to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss the paper Corporate Accounting for 4th semester BCom, CA, BCom Tax, BCom Corporation, etc. This is the first lecture of Corporate Accounting, Module 1, Accounting Standard. In this session, we are going to discuss what is the meaning of accounting standard, what is the definition of accounting standard, meaning of accounting standard board. Meaning of accounting standard. An accounting standard is a set of accounting policies or broad guidelines relating the principles and methods to be chosen out of several alternatives. Standards conform to applicable laws, customs, usages, and business environment. Meaning of accounting standard. Accounting standard is a set of accounting policies or broad guidelines. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആണ്, അല്ലെങ്കിൽ എന്താണ്? എ ബ്രോഡ് ഗൈഡ് ലൈൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? റെഗുലേറ്റിംഗ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ടു ബി ചൂസൺ ഔട്ട് ഓഫ് സെവറൽ ഓൾട്ടർനേറ്റീവ്സ്. നമുക്കറിയാം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് പോളിസീസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിലെന്താണോ നമ്മൾ ഈ ചൂസ് ചെയ്യുന്നത്, ആ ചൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസും അതുപോലെ ബ്രോഡ് ഗൈഡ് ലൈൻസുമാണ് എന്തെന്ന് പറയുക? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് കൺഫോം ടു ആപ്ലിക്കബിൾ ലോസ്, കസ്റ്റംസ്, യൂസേജ് ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അതുപോലെ ഈ സ്റ്റാൻഡേർഡ് എപ്പോഴും എന്ത് കൺഫേം ചെയ്യുന്നുള്ളതാണ്? ആപ്ലിക്കബിൾ ലോസ്, അവിടെ നിലവിലുള്ള ലോസ്, ദെൻ കസ്റ്റംസ്, ദെൻ യൂസേജസ്, ദെൻ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഓക്കെ. There are written documents issued by expert accounting bodies or government or other regulatory body covering the aspects of recognition, measurement, treatment and presentation and disclosure of accounting transactions in financial statements. Accounting standards are written documents issued by expert accounting bodies. അപ്പം ഡോക്യുമെൻറ്റ്സ്, ദാറ്റ് മീൻസ് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ദ റിട്ടൺ ഡോക്യുമെൻറ്റ്സ്. ഓക്കെ. ദാറ്റ് റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ എക്സ്പെർട്ട് അക്കൗണ്ടിങ് ബോഡീസ്. എക്സ്പെർട്ട് അക്കൗണ്ടിങ് ബോഡീസ് ആയിരിക്കാം അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഓർ ഗവൺമെൻറ് ഓർ അതർ റെഗുലേറ്ററി ബോഡി. അപ്പം ഒന്നുകിൽ റെഗുലേറ്ററി ബോഡീസ് ആയിരിക്കാം ഇത് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കാം ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ്പെർട്ട് അക്കൗണ്ടിങ് ബോഡീസ് ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ അവർ ഇഷ്യൂ ചെയ്യുന്ന ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ് എന്തെന്ന് പറയുക? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ. ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. കവറിങ് ദ ആസ്പെക്ട്സ് ഓഫ് റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ്, ട്രീറ്റ്മെൻറ്റ്, പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ്. ഓക്കെ. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻസിനെ അതിനെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, എങ്ങനെ മെഷർ ചെയ്യും, എങ്ങനെ ട്രീറ്റ് ചെയ്യും, അതുപോലെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും, എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യും. അപ്പോൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ എങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യും എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ആണ് എന്തെന്ന് പറയുക? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ദ റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ എക്സ്പെർട്ട് അക്കൗണ്ടിങ് ബോഡീസ് or government or other regulatory body covering the aspects of recognition, measurement, treatment, presentation and disclosure of accounting transactions in financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഓരോ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസിനെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും, എങ്ങനെ മെഷർ ചെയ്യും, എങ്ങനെ ട്രീറ്റ് ചെയ്യും, അതുപോലെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും, എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് അല്ലെങ്കിൽ അതർ റെഗുലേറ്ററി ബോഡി അല്ലെങ്കിൽ എക്സ്പെർട്ട് അക്കൗണ്ടിങ് ബോഡീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന റിട്ടൺ ഡോക്യുമെൻറ്റിനെയാണ് എന്തെന്ന് പറയുക? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. Then definition of accounting standard. According to T.P. Ghosh, accounting standards are the policy documents issued by the recognized expert accountancy body relating to various aspects of measurement, treatment and disclosure of accounting transactions and events.
ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ടി പി ഘോഷിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നോക്കാം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ദ പോളിസി ഡോക്യുമെൻറ്റ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ദ പോളിസി ഡോക്യുമെൻറ്റ്. ദീസ് ആർ ദ പോളിസി ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ ദ recognized expert accountancy body. അപ്പോൾ these documents are issued by the recognized expert accountancy body. This is relating to various aspects of measurement, treatment and disclosure of accounting transactions and events. ഓക്കെ, അപ്പോൾ നോക്കാം. ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പോളിസി ഡോക്യുമെൻറ്റ്സ് ആണ്. അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്താണ്, റെക്കഗ്നൈസ്ഡ് എക്സ്പെർട്ട് അക്കൗണ്ടൻസി ബോഡിയാണ്. ഇനി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു നോക്കാം. റിലേറ്റിംഗ് ടു വേരിയസ് ആസ്പെക്ട്സ് ഓഫ് മെഷർമെൻറ്റ്, ദെൻ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ്. ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഈവൻറ്റിനെ, ബിസിനസ്സിനകത്ത് നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഈവൻറ്റ്സിനെ എങ്ങനെ മെഷർ ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ല എങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അതെങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഐറ്റത്തിനെ എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പം ഇങ്ങനെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന എല്ലാ ഐറ്റത്തിനെയും എങ്ങനെ മെഷർ ചെയ്യണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടൻസി കുറച്ച് പോളിസി ഡോക്യുമെൻറ്റ്സ് ആണ് എന്തെന്ന് പറയുക, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അക്കോർഡിംഗ് ടു ടി.പി. ഘോഷ്. Okay. The next topic, what do you mean by Accounting Standard Board? What do you mean by Accounting Standard Board, ASB? Accounting Standard Board was constituted by the Institute of Chartered Accountants of India, that is ICAI, Institute of Chartered Accountants of India, on 1st April 1977. On 1st April 1977, എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഹാർമണൈസ് ദ ഡൈവേഴ്സ് അക്കൗണ്ടിംഗ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഫോളോഡ് ഇൻ ദ കൺട്രി. അപ്പോൾ ഒരു രാജ്യത്ത് ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിംഗ് പോളിസീസിൻ്റെയും അതുപോലെ പ്രാക്ടീസസിനെയും എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് തരത്തിലുള്ള അക്കൗണ്ടിംഗ് പോളിസീസിനെയും പ്രാക്ടീസസിനെയും ഹാർമണൈസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി 1st April 1977 എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഓൺ 1st April 1977 to harmonize the diverse accounting policies and practices followed in the country. Okay, the board constitutes members nominated by ICAI. അപ്പോൾ ഇതിലെ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, അപ്പം ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് സജഷൻസ് ഓഫ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് സജഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിലെ മെമ്പേഴ്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ASB ഹാസ് ടു ഫോർമുലേറ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സോ ദാറ്റ് സച്ച് സ്റ്റാൻഡേർഡ്സ് മേ ബി മാൻഡേറ്റഡ് ബൈ ദ കൗൺസിൽ ഓഫ് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പം ദ ബോർഡ് മെമ്പേഴ്സ് എന്ന് പറയുന്ന നോമിനേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് സജഷൻസ് ഫോർ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സജഷൻസ് ആണോ വേണ്ടുന്നത്, എന്തൊക്കെ ഏരിയയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം അതൊക്കെ സജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡിയർ സ്റ്റുഡൻസ്, listen the lectures carefully and write the assignment question. What do you mean by accounting standard? Definition of accounting standard. The meaning of accounting standard board, ASB.